17-ാം അധ്യായത്തിൽ ഒരിടത്ത് പോലും സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എന്താഹാരമാണോ ഒരാൾക്ക് കഴിക്കണമെന്ന് തോന്നുന്നത് അത് അയാളുടെ ആമാശയം ദഹിപ്പിക്കുമെങ്കിൽ മിതമായ തോതിൽ അത് കഴിക്കുന്നതിന് ഭാരതീയ മഹർഷീശ്വരന്മാര് എതിരല്ല. രുചികരമായിട്ടുള്ള ആഹാരം, ദഹിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആഹാരം എന്ത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ലത് ഏതാ? മിതമായ ഭക്ഷണ രീതി അഡ്വക്കേറ്റ് ചെയ്യുക. ഒരു സ്പിരിച്വൽ ആണ് എന്ന് ധരിക്കുന്ന ഒരു വേദിയിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് തന്നെയാണ്. ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്റെ വാക്കുകൾ എന്റെ കൽപ്പിതല്ല, ഞാൻ തോന്നിയത് പറഞ്ഞതല്ല. സംശയമുള്ളവർക്കും ഇത് ശരിയല്ല എന്ന് തോന്നുന്നവർക്കും വ്യാസഭഗവാനോട് സംസാരിക്കും. പക്ഷെ അവരെല്ലാവരും മാംസബുക്കുകളല്ല. മാംസബുക്ക് ശ്രേഷ്ഠനാണെന്നല്ല ഞാൻ പറയണത്, മാംസബുക്ക് ആകണമെന്നുമല്ല ഞാൻ പറയണത്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ നമ്മുടെ മഹർഷീശ്വരന്മാർക്ക് വിരോധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നിങ്ങൾ സ്പിരിച്വലോ നോൺ സ്പിരിച്വലോ ആകുന്നത്. ഈശ്വരൻ വയറ്റിലേക്കല്ല നോക്കുക, മനസ്സിലേക്കാണ് നോക്കുക. നമ്മൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു ക്രൈസിസ് ആണ്. ഇപ്പോൾ കുട്ടി ഒരു 21 വയസ്സ്, എൻ്റെ മകൾക്ക് 21 വയസ്സാണ്. ഈ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ധാരാളം ഇന്ന് നടക്കുന്ന വേദാന്ത പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുത്ത സമയത്ത് ഈ പറഞ്ഞ ഒന്ന് ഭക്ഷണത്തിൻ്റെ താമസിക്കും, സാത്വികം എന്നൊക്കെയുള്ള കേട്ടിട്ട് വളരെ കടുംപിടുത്തത്തോട് കൂടിയിട്ട് ആ കാലത്ത് ഇന്ന് ഞാൻ അതിൽ മാറി എന്നുള്ള സത്യമാണ്. പക്ഷേ ഇപ്പോഴും അത് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളുടെ ഹിന്ദു സമൂഹത്തിൽ. ഭക്ഷണം ഇന്ന രീതിയിൽ കഴിച്ചാലേ ഇന്ന ഗുണം ഉണ്ടാവും എന്നുള്ള രീതിയിൽ. ഇത് ഇപ്പൊ ഈ ഒരു സദസ്സിൽ ഉള്ളവരുടെ കുറെ ആൾക്കാരെങ്കിലും അത് ഫീൽ ചെയ്തവരായിരിക്കും. പക്ഷെ അതിൽ നിന്ന് ആ ഒരു കടുംപിടുത്തത്തിൽ നിന്ന് പൊട്ടി പുറത്തു വരാൻ വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ട്. കാരണം എനിക്ക് തന്നെ നേരിട്ട് അറിയുന്ന ഒരു 4-5 കേസുകളുണ്ട്. അവർക്ക് ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. അത് നമ്മളുടെ പുസ്തകങ്ങളൊക്കെ അങ്ങനെ കടുംപിടുത്തത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് അതൊന്ന് ചിന്തിക്കാവുന്ന കാര്യമാണ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആഹാരവും ഡ്രസ്സുമാണ് വളരെ പ്രധാനപ്പെട്ട. ടീനേജേഴ്സിനെ ഡീൽ ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് ഇപ്പം അദ്ദേഹം അത് അനുഭവിച്ചതാണ് പറഞ്ഞത്. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന് പറയാവുന്നത് ഭഗവത്ഗീതയാണ്. ഭാരതീയ സംസ്കാരത്തിലെ ഏത് ഗ്രന്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ സംശയലേശമെന്നേ പറയാൻ സാധിക്കുന്നത് ഗീതയാണ്. കാരണം ഗീതയെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും കൈവച്ചിട്ടുണ്ട്. ശൈവര് അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, വൈഷ്ണവര് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ശാക്തേയര് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, അദ്വൈതികൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, വിശിഷ്ടാദ്വൈതികൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ദ്വൈതികൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ഭക്തസമ്പ്രദായക്കാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, നിരീശ്വരവാദികളും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീതയ്ക്ക് എല്ലാ വിഭാഗക്കാരും കൈവച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് യുക്താഹാരം എന്നാണ്. 17-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് ആഹാരം 3 തരമാണ്. എല്ലാം 3 തരമാണ്. ആഹാരവും 3 തരമാണ്: സാത്വികം, രാജസികം, താമസികം. ഭഗവത് വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിക്കാം. യുക്തം എന്ന വാക്കിന് വ്യാഖ്യാതാക്കന്മാരെല്ലാം പറഞ്ഞിട്ടുള്ള അർത്ഥം നിയത പരിമാണവും എന്നാണ്. നിയതമായതും പരിമാണം അളക്കപ്പെട്ടതുമായിട്ടുള്ള ആഹാരം. അതിനെ അവർ അധികം ഇലാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ആഹാരമല്ല മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം വേറെ പലതുമാണ്. ഏതായാലും അവിടെ നിൽക്കട്ടെ, നമുക്കത് ഇലാബറേറ്റ് ചെയ്യാതെ പറ്റില്ല. നിയതം, നല്ലത്, യോജിച്ചത് എന്നൊക്കെ അർത്ഥം. യുക്തം എന്നുള്ള വാക്കിന് ഉചിതമായതും യോജിച്ചതും എന്നും അർത്ഥം. യുക്തം എന്നേ പറഞ്ഞിട്ടുള്ളൂ. സസ്യാഹാരം എന്നും പറയാമായിരുന്നു. യുക്താഹാരം എന്ന് പറയുന്ന അത്രയും അക്ഷരങ്ങളെ എടുക്കുകയുള്ളായിരുന്നു. സസ്യാഹാരം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനുഷ്ഠുപ്പ് തെറ്റില്ല. പക്ഷെ കവിയായ ഋഷി യുക്തം എന്നാ പറഞ്ഞത്, യോജിച്ചത്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് യോജിച്ചത്, ശാരീരിക ആരോഗ്യത്തിന് യോജിച്ചത്. കാരണം പനിയുള്ളവരും പനിയില്ലാത്തവരും കഴിക്കുന്നത് 2 വ്യത്യസ്ത ആഹാരങ്ങളാണ്. ആരോഗ്യത്തിന് യോജിച്ചത്, കാലദേശങ്ങൾക്ക് യോജിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 17-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 17-ാമത്തെ അധ്യായത്തിലെ സാത്വിക ആഹാരങ്ങളെ പറ്റിയിട്ട് വിവരിക്കുന്ന സമയത്ത് ഭഗവാൻ പറയുന്നു രസ്യാഹ്. സാത്വികാഹാരത്തിന്റെ നിർവചനാണ് രസ്യാഹ് എന്ന് പറഞ്ഞാൽ രസമുള്ളത്, സ്വാദുള്ളത്. അത് ഇങ്ങോട്ടേക്ക് അനക്സ് ചെയ്യാം. അതായത് സ്വാദുള്ളതായിട്ടുള്ള
യോജിച്ച ആഹാരം യുക്തമായിട്ടുള്ള അളവിൽ കഴിക്കണം. സ്വാദ് ആരാ നിശ്ചയിക്കുക? ഞാനോ നിങ്ങളോ? കഴിക്കുന്നയാളാ നിശ്ചയിക്കുക സ്വാദ്, കണ്ടിരിക്കുന്നവരല്ല നിശ്ചയിക്കുക. അതുകൊണ്ട് എന്താഹാരം കഴിച്ചാലും ആ ആഹാരം ശരീരത്തിന് ദഹിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കണം. അതാണ് യോജിച്ചത് എന്നുള്ള വാക്കിന്റെ, ദഹനപ്രക്രിയയ്ക്ക് യോജിച്ചതെന്നുള്ള വാക്കിന്റെ അർത്ഥം. ദഹിക്കാൻ പ്രയാസമില്ലാത്ത ആഹാരം. കുട്ടികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ സ്ട്രോങ് ആയിരിക്കും, അവർക്ക് ദഹിക്കാൻ പറ്റുന്നത്. എത്ര കഴിക്കണം? വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. പകുതി വയറ് നിറയണം, 1/4 ഭാഗം വെള്ളം കുടിക്കണം, ബാക്കി 1/4 ഭാഗം വയറ് വെറുതെ വിടണം വായു സഞ്ചാരത്തിന്. പകുതി വയറ് നിറച്ച് 1/4 ഭാഗം വെള്ളം കുടിച്ച് ബാക്കി പകുതി ഭാഗം വെറുതെ ഇട്ടുകൊണ്ട് രുചികരമായിട്ടുള്ള ആഹാരം, ദഹിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആഹാരം എന്ത് കഴിച്ചാലും ഒരു കുഴപ്പമില്ല. ഭഗവത്ഗീതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. എന്റെ വാക്കുകൾ എന്റെ കൽപ്പിതമല്ല, ഞാൻ തോന്നിയത് പറഞ്ഞതല്ല. സംശയമുള്ളവർക്കും ഇത് ശരിയല്ല എന്ന് തോന്നുന്നവർക്കും വ്യാസഭഗവാനോട് സംസാരിക്കാം. വ്യാസഭഗവാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 3 തരത്തിലുള്ള ആഹാരമായിട്ട് തിരിച്ചതിൽ ഒരിടത്തു പോലും 17-ാം അധ്യായത്തിൽ ഒരിടത്തു പോലും സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. സ്നിഗ്ധാ രസ്യാ, സ്നിഗ്ധാ കൊഴുപ്പുള്ളത് എന്നർത്ഥം. സ്നിഗ്ധ എന്നുള്ള വാക്കിന് കൊഴുപ്പ് എന്നാണ് അർത്ഥം. കൊഴുപ്പുള്ള ഒരു പച്ചക്കറിയുടെ പേര് പറയാവോ? സ്നിഗ്ധാഹ രസ്യാഹ. വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഉണ്ടാക്കി 1 യാമം കഴിയുന്നതിന് മുമ്പ് കഴിക്കണം എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഉണ്ടാക്കി കഴിക്കണം. ഇത് സാത്വികാഹാരം. താമസികാഹാരം എന്താ? സ്പൈസി ഫുഡാണ് രാജസികാഹാരം. കടു, അമ്ല, രൂഷ, തീക്ഷണ രുചികളോട് ചേർന്നത് രാജസികം. സ്പൈസി ഫുഡ് രാജസികം. താമസികമായിട്ട് പറയുന്നതോ യാമമാത്ര ദൂഷിതം. 1 യാമം കഴിഞ്ഞത് 4 മണിക്കൂർ കഴിഞ്ഞാൽ അത് താമസികമായി. സാമ്പാർ 7 ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് 3-ാമത്തെ ദിവസം കഴിച്ചാൽ അത് വെജിറ്റേറിയൻ ഫുഡല്ല, അത് താമസിക ആഹാരമാണ്. താമസിക ആഹാരം 1 യാമം കഴിഞ്ഞത്. ദൂഷിതം, ചീത്തയായത്, വളിച്ചത് എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ വീടുകളിലൊക്കെ വളിക്കാൻ തുടങ്ങിയാൽ വേഗം കഴിക്കും. ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒന്നും വേസ്റ്റ് ചെയ്യാതെ കഴിക്കുന്ന മനുഷ്യനോ ഒരു വലിയ വേസ്റ്റുമാണ്. ഒന്നും വേസ്റ്റ് ചെയ്യല്ലോ. വീടുകളിൽ ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ടെന്താ? ഒന്നും വേസ്റ്റ് ചെയ്യാതെ മക്കളും അച്ഛനും അമ്മയും കൂടി ഇരുന്ന് കുത്തി കയറ്റുക വേസ്റ്റ് ചെയ്യാതെ. എന്നിട്ട് ഇത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ, ബാക്കിയൊക്കെ ശരീരം വേസ്റ്റായിട്ട് തള്ളും. ഒരാൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വേസ്റ്റായിട്ട് പിറ്റേ ദിവസം തള്ളുക. നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് കൂടുതൽ ആഹാരം ഉണ്ടാക്കി അത് നിങ്ങൾ കഴിച്ചു, ബാക്കിയുള്ളത് നിങ്ങൾ പുറത്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക. പക്ഷികള്, ഇഴജന്തുക്കള്, ഉറുമ്പുകള് എത്ര പേരത് കഴിക്കും എന്നറിയോ? ഈ ലോകത്ത് എത്ര ജീവജാലങ്ങൾ കഴിക്കും? മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ കഴിക്കുവാൻ ആവശ്യമായ ആഹാരം വേസ്റ്റാക്കാതെ നിങ്ങൾ മാത്രം കഴിക്കുമ്പം എന്ത് സംഭവിക്കും? ഒറ്റയാൾക്കും ഉപകാരമില്ലാത്ത വേസ്റ്റാക്കിയതിനെ നിങ്ങൾ തള്ളും പിറ്റേ ദിവസം. വേസ്റ്റാക്കരുത്. പ്രപഞ്ചത്തിൽ വേസ്റ്റ് ഇല്ല. സിംഹം മാനിനെ കഴിക്കുമ്പോൾ വേസ്റ്റാക്കരുത് എന്ന് വിചാരിച്ച് കൊന്ന മാനിനെ മുഴുവൻ തിന്നാൽ കുറുക്കനും കഴുതപ്പുലികളും കഴുകനുമൊക്കെ എന്ത് ചെയ്യും? പട്ടിണി കിടന്ന് എത്തുവോ? അതൊക്കെ പ്രപഞ്ചത്തിൽ വേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഉച്ഛിഷ്ടം എന്നുള്ള വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം അറിയണം. ഉത്കർഷേണ ശിഷ്ടമായത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഉത്കർഷേണ ശ്രേഷ്ഠമായി ബാക്കി വന്നതൊന്നും മോശമൊന്നുമല്ല. നമുക്ക് മാത്രം കഴിക്കാനുള്ള ആഹാരമല്ല ഈശ്വരൻ നമുക്ക് തരുന്നത്, നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും കൊടുക്കണം. അപ്പൊ ഈ വേസ്റ്റ് ആക്കാതെ മക്കളെ കൊണ്ട് കുത്തിത്തിരിക്കും അച്ഛനമ്മമാരെ. ഞാൻ കണ്ടിട്ടുള്ളത് ആഹാരം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീടുകളിലൊക്കെ ഒരു യുദ്ധ. വീടുകളിൽ പലപ്പോഴും ആഹാരം കഴിക്കുന്ന സമയത്ത് മഹാഭാരത യുദ്ധമൊക്കെ തോറ്റുപോകും. ആ സമയത്ത് അമ്മ ആഹാരമായിട്ട് നടക്കുന്നു, മക്കളെ കഴിക്കാതിരിക്കാൻ ഓടുന്നു. അങ്ങനെ ഭയങ്കര മൽപ്പിടുത്ത. കാരണം എന്താണെന്നറിയോ? കൊച്ചിന് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്, തിന്നേ പറ്റുള്ളൂ. കുട്ടികളിരുന്ന് തിന്ന് ഓക്കാനിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എനിക്ക് പക്ഷെ അവിടെ ഒന്നും വോയിസ് ഇല്ല പറയാൻ. അപ്പൊ കിട്ടുന്ന ചാൻസിൽ ഞാൻ പറയുന്നത് അതൊക്കെ കാണുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ കിട്ടുന്ന ചാൻസിൽ പറയുന്ന കുത്തിത്തീറ്റയാണ്. എന്നിട്ട് ഇത് ആർക്കും ഉപയോഗമില്ലാത്ത വേസ്റ്റായിട്ട് പോവുകയാണ്.
അപ്പോൾ അവനവൻ ആവശ്യമായിട്ടൊരു ദൂഷിതം, അപ്പോൾ വളിച്ചത് കഴിക്കുമ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ, അതുവരെ കാത്തു വെക്കാൻ പാടില്ല, അതുവരെ വെക്കാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക. രാജസികമായിട്ടുള്ള ആഹാരം സ്പൈസി ഫുഡാണ്. നോൺ സ്പൈസി ഫുഡ് മാത്രമേ പാശ്ചാത്യർ കഴിക്കാറ് പതിവുള്ളൂ. പാശ്ചാത്യര് രാജസികമായിട്ടുള്ള ആഹാരം കഴിക്കാറില്ല. പാശ്ചാത്യര് താമസികമായിട്ടുള്ള ആഹാരവും കഴിക്കാറില്ല. സ്റ്റേൽ ഫുഡും അവർ കഴിക്കാറില്ല. അവരുണ്ടാക്കി ഉടനെയാണ് കഴിക്കുക. അവർ മാംസബുക്കുകളുമാണ്. പക്ഷെ അവരെല്ലാവരും മാംസബുക്കുകളല്ല. മാംസബുക്ക് ശ്രേഷ്ഠനാണെന്നല്ല ഞാൻ പറയണത്, മാംസബുക്ക് ആകണമെന്നുമല്ല ഞാൻ പറയണത്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ നമ്മുടെ മഹർഷീശ്വരന്മാർക്ക് വിരോധമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല നിങ്ങൾ സ്പിരിച്വലോ നോൺ സ്പിരിച്വലോ ആകുന്നത്. ഈശ്വരൻ വയറ്റിലേക്കല്ല നോക്കുക, മനസ്സിലേക്കാണ് നോക്കുക. കഴുത്തിന് താഴോട്ട് പോകുന്നതെല്ലാം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം അനുസരിച്ചിട്ടാണ് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നത്. കഴുത്തിന് താഴോട്ട് രുചിയില്ല, തൊണ്ടയ്ക്ക് താഴോട്ടിറങ്ങിയാൽ പിന്നെ രുചിയില്ല. രുചി നാക്കിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് രുചി അറിയാതിരിക്കാൻ തൊണ്ടയിലൂടെ നമ്മൾ മരുന്ന് കഴിക്കുന്നത്. നാക്കിന്റെ അപ്പുറം രുചിയില്ല, രുചിഭേദങ്ങളില്ല, എല്ലാത്തിനും ഏകരുചിയാണ്. ആ കഴിക്കുന്ന ആഹാരം മെറ്റബോളിസം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസമാണ്. ആ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം അനുസരിച്ച് ഡൈജസ്റ്റീവ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് വയറ്റിലേക്ക് ചെല്ലുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങളും ഡിസിൻറ്റഗ്രേറ്റഡ് ആകും. ഡിസിൻറ്റഗ്രേറ്റഡ് അല്ലാതെ കിടക്കുന്ന ഏത് ആഹാര പദാർത്ഥവും വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും വയറുവേദന ഉണ്ടാക്കും. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് വയറുവേദനയ്ക്ക് ഒരു സ്പെഷ്യൽ കൂടുതലും, വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് വയറുവേദന കുറച്ച് കുറവും. അങ്ങനെയും നമ്മളാരും കേട്ടിട്ടില്ല. ദഹനക്കേടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഈക്വലാണ്. ഇതാണ് വയറിന്റെ പോളിസി. ഈശ്വരൻ വയറ്റിലേക്കല്ല നോക്കുക, ഈശ്വരൻ മനസ്സിലേക്കാണ് നോക്കുക. വയറ്റില് അത്യാവശ്യം ഒരു കഷണം കോഴിയോ ഒരു ആട്ടിന്റെ ഇറച്ചിയോ ഒരു മുട്ടയുടെ കഷണമോ ഒന്നും കിടത്താൻ കുഴപ്പമില്ല. പക്ഷെ മനസ്സിൽ കാണ്ടാമൃഗങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് പലരുടെയും വയറൊക്കെ വളരെ ക്ലീനാ. അതിൽ വെണ്ടയ്ക്കയും പടവലങ്ങയും വഴുതനങ്ങയും കുമ്പളങ്ങയൊക്കെ കാണുള്ളൂ. പക്ഷെ മനസ്സിലോ കാട്ടുപുലിയും ചെന്നായയും കുറുക്കനും കഴുകനും ഒക്കെയാണ് ചറക്ക് വിരിച്ച് നിൽക്കുക. അത് പാടില്ല. മനസ്സാണ് ഏറ്റവും പ്രധാനം. അപ്പൊ മക്കൾക്ക് ഇഷ്ടമുള്ള ആഹാരം മിതമായി കഴിക്കാൻ പഠിപ്പിക്കണം. അത് ശീലിപ്പിക്കേണ്ടതാണ്. ഗ്ലട്ടനി ഏത് രീതിയിലാണെങ്കിലും അഭികാമ്യമല്ല. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഫുഡ് 13 കോഴ്സാണ്, 13 വിഭവങ്ങളോട് കൂടിയിട്ട് വെജിറ്റേറിയൻ ഫുഡ്. ആദ്യം സാമ്പാർ, അത് കഴിഞ്ഞ് ആദ്യം പരിപ്പ്, പിന്നെ സാമ്പാർ, പിന്നെ മോരൊഴിച്ച കറി, അത് കഴിഞ്ഞാൽ രസം, പിന്നെ 4 കൂട്ടം പായസം, പിന്നെ മോരും കൂട്ടിയുള്ള ഊണ്. വെജിറ്റേറിയൻ ഫുഡ്. മൂക്ക് മൂട്ട കഴിച്ചിട്ട് പറയുകയാണ് ഞാൻ സാത്വികനാണെന്ന്. അല്ല, സാത്വികൻ എന്ന് പറഞ്ഞാൽ പകുതി വയറ് നിറയുന്നവൻ. അപ്പോ 500 കോഴികൾ ഒരു ദിവസം കൊല്ലുന്നു എന്ന് വിചാരിക്കാം. ഈ നോൺ വെജിറ്റേറിയൻസ് എല്ലാം മിതഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ 250 കോഴി രക്ഷപ്പെടും. അപ്പം മിതഭക്ഷണവാദമാണ് പ്രചരിപ്പിക്കേണ്ടത്, സസ്യഭക്ഷണമല്ല. ഇത്രയൊക്കെ ഈ നാട്ടില് ഞാൻ സസ്യബുക്കാണ്, മാംസബുക്കല്ല. എന്റെ കൂടെ ഇരിക്കുന്നയാള് ഏത് ബുക്കായാലും എനിക്ക് വിരോധമില്ല. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതും ഞാൻ ഇഷ്ടമുള്ളതുമാണ് കഴിക്കുന്നത്. കാരണം ഈ സ്വഭാവങ്ങളൊക്കെ നമ്മൾ ഫ്ലൈറ്റിൽ പോവുകയാണ്. ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ അടുത്തിരിക്കുന്നയാൾ നോൺ വെജിറ്റേറിയൻ കഴിക്കും, നമ്മുടെ അടുത്തിരിക്കുന്നയാൾ മദ്യപിക്കും. ഇതൊന്നും ഞാൻ ചെയ്യേല, അങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ ഞാൻ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടി വരും. ഇതൊക്കെ സംഭവിക്കും. വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് മാത്രമേ ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്താൽ അവർ തരുന്ന അക്കോമഡേഷൻ സ്വീകരിക്കണം. അത് മിക്കവാറും നോൺ വെജിറ്റേറിയൻ അക്കോമഡേഷൻ ആയിരിക്കും. പല നാടുകളിലും വെജിറ്റേറിയൻ കിട്ടുകയില്ല. അപ്പൊ അങ്ങനത്തെ പിടിവാശികൾ പിടിച്ചാൽ വീട്ടിലിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലെങ്കിൽ നമ്മളതിന് സഹിഷ്ണുക്കളാവണം. ആഹാരം എന്ത് വേണേലും കഴിച്ചോട്ടത് അവരുടെ ഇഷ്ടം, എനിക്ക് എന്റെ ഇഷ്ടം. പകുതി വയറ് നിറയുക. പകുതി വയറ് നിറഞ്ഞാൽ തന്നെ ഈ നാട്ടിൽ എത്ര കോഴികൾ രക്ഷപ്പെടും, എത്ര ആടുകൾ രക്ഷപ്പെടും, എത്ര മാടുകൾ രക്ഷപ്പെടും. ഇവിടെ വെജിറ്റേറിയൻസിന്റെ വക്താക്കൾ ഇത്ര ഘോരമായിട്ട് പ്രസംഗിച്ചിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേരളമാണ് ഏറ്റവും കൂടുതൽ മാംസം കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്. ബാക്കി സ്റ്റേറ്റുകളല്ല. 5000 ടൺ മാംസമാണ് കേരളത്തിൽ ഒരു ദിവസം വേണ്ടത്. ഒറ്റ ദിവസത്തെയാണ്. ഇവിടെ 3000 ടണ്ണേ ഉള്ളൂ.
ബാക്കി 2000 ടണ്ണ് കൃത്രിമമായിട്ടുണ്ടാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് രാഷ്ട്രം പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ഇരുന്ന് നമ്മളിത് പറയണേ. അപ്പൊ ഏറ്റവും നല്ലത് ഏതാ? മിതമായ ഭക്ഷണ രീതി അഡ്വക്കേറ്റ് ചെയ്യുക. മിതമായ ഭക്ഷണ രീതി അഡ്വക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറയ്ക്കാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒഴിവാക്കാനാ ബുദ്ധിമുട്ടുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അവരെ അവരുടെ ആഹാര രീതി കഴിപ്പിക്കുന്നതിൽ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനി അടുത്ത ഒരു വാദഗതിയുള്ളത് നിങ്ങൾ കഴിക്കുന്നത് പോലെയല്ലേ നിങ്ങളാവുക എന്നുള്ളതാണ്. അതാണ് ഒരു ശക്തമായ ഒരു വാദം. എങ്കിൽ തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ പടവലങ്ങ കഴിച്ചാൽ പടവലങ്ങ പോലെ ആയാലോ? കുമ്പളങ്ങ കഴിച്ചാൽ നിങ്ങൾ കഴിക്കുന്നത് പോലെയാണ് നിങ്ങളാകുന്നതെങ്കിൽ, നിങ്ങൾ എന്ത് കഴിക്കുന്നോ അതേപോലെയാണ് നിങ്ങളാവുന്നതെങ്കിൽ, നിങ്ങൾ വെജിറ്റേറിയൻ ആഹാരം കഴിച്ചാൽ വെജിറ്റബിളായി തീരണം. അവിടെ എത്തുമ്പോൾ നിങ്ങൾ ആ ലോജിക്ക് സമ്മതിക്കില്ല. ഇപ്പുറത്ത് നിങ്ങൾ ആ ലോജിക്ക് പറയുകയും ചെയ്യും. അതൊന്ന്. രണ്ടാമത്, സിംഹം ക്രൂരതയോടുകൂടിയല്ലേ മാനിനെ കൊല്ലുന്നത് എന്നുള്ളത് തേർഡ് പേഴ്സന്റെ അഭിപ്രായമാണ്. ഒരു സിംഹവും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ക്രൂരതയോടുകൂടിയാണ് ഭക്ഷിക്കുന്നതെന്ന്. വിശക്കുന്ന ഏതൊരു ജീവനും ആഹാരത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരം ക്രൂരതയല്ല, സന്തോഷമാണ്. വിശക്കുന്ന ഏത് ജീവനും ആഹാരത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന വികാരം സന്തോഷമാണ്, ക്രൂരമല്ല. അതുകൊണ്ട് സിംഹം ക്രൂരതയോടുകൂടിയാണ് മാനിനെ പിടിച്ചു തിന്നുന്നത് എന്നത് തേർഡ് പേഴ്സന്റെ അഭിപ്രായമാണ്, ഫാക്ച്വൽ അല്ല. കണ്ടു നിൽക്കുന്ന ഞാനാ പറയുന്നത് അത് ക്രൂരതയാണെന്ന്. അത് ക്രൂരതയല്ല, അതിന്റെ ആഹാരമാണത്. സന്തോഷത്തോടു കൂടിയാണ് അത് ആഹാരം കഴിക്കുന്നത്. എല്ലാ ആഹാരവും സന്തോഷത്തോടു കൂടിയാണ് കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ മക്കളുടെ മുകളിലേക്ക് നമ്മൾ ഈ ആഹാരത്തിന്റെ കോൺസെപ്റ്റ് വല്ലാണ്ട് അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിനെ കുറിച്ച് വലിയ പിടിപാടില്ലാത്തത് കൊണ്ടാണ്. ഇത് ഭഗവത്ഗീത മാത്രം ഉപയോഗിച്ചിട്ടല്ല സമർത്ഥിക്കാൻ സാധിക്കുക. ഒരുപാട് ഉപനിഷത്തുക്കള്, ഒരുപാട് പുരാണങ്ങള്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അനവധി ഉദാഹരണങ്ങൾ. അത് നമുക്ക് അത് മാത്രം പറയാനുള്ളൊരു വേദിയല്ലാത്തത് കൊണ്ടാണ്. എന്താഹാരമാണോ ഒരാൾക്ക് കഴിക്കണമെന്ന് തോന്നുന്നത് അത് അയാളുടെ ആമാശയം ദഹിപ്പിക്കുമെങ്കിൽ മിതമായ തോതിൽ അത് കഴിക്കുന്നതിന് ഭാരതീയ മഹർഷീശ്വരന്മാര് എതിരല്ല. ഞാൻ പറഞ്ഞത് ക്ലിയറായി കാണുമല്ലോ. ഇത് ഷോക്കിംഗ് ആണ്. പക്ഷേ കാരണം വെച്ചാൽ ഇത് ഒരു സ്പിരിച്വൽ ആണ് എന്ന് ധരിക്കുന്ന ഒരു വേദിയിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു ഷോക്ക് തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയരാകാൻ തയ്യാറുള്ളവർ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന്. കാരണം ഇത് ഷോക്കിംഗ് ആണ്, പക്ഷെ ഇത് ഫാക്ച്വൽ ആണ്. ഇതിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് പുരാണ ഇതിഹാസങ്ങളിലെല്ലാം കയറി നോക്കാൻ ഞാൻ ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് കാണാൻ സാധിക്കും.